സ്നേഹമുള്ളവരെ, നമ്മുടെ നോമ്പ് പരിചിന്തനങ്ങൾ 34-ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കുരിശിനെക്കുറിച്ചും സഹനത്തെക്കുറിച്ചുമാണ് നാം ചിന്തിച്ചത്. കുരിശും സഹനവും കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പരിചിന്തനം ചെയ്യേണ്ടത് മരണം എന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് മരണം. മൃതസംസ്കാരത്തിൽ പങ്കെടുക്കാത്തവരും മരണത്തെ ഒരുപക്ഷെ നേരിൽ കാണാത്തവരും നമ്മുടെ ഇടയിൽ ചുരുക്കമാണ്. ബന്ധുക്കളും സ്നേഹിതരും ഉറ്റവരും ഉടയവരുമൊക്കെ മരണം മൂലം നമ്മിൽ നിന്ന് വേർപെട്ടു പോയതിൻ്റെ വേദന അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. എല്ലാവരും ഈ യാഥാർത്ഥ്യത്തെ നേരിൽ അനുഭവിക്കേണ്ടവരാണ്. മരണത്തോടെ നമ്മിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ മരിച്ച വ്യക്തിയെക്കുറിച്ച് നാം പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ മതി. മരണത്തോടെ നമ്മുടെ പേരും സ്ഥാനവും അഡ്രസ്സും ഒക്കെ മാറുകയാണ്. നമ്മുടെ മൃതശരീരമായി മാറും. ഇങ്ങനെയാണല്ലോ പലപ്പോഴും വിളിച്ചു പറയുന്നത്. മൃതശരീരം അല്ലെങ്കിൽ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വാഹനം കടന്നു വരുന്നു. ഭൗതിക ശരീരം വഹിക്കുന്ന വാഹനത്തിന് അതിനുള്ളിലുള്ള ക്രമപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തിന് ശവമഞ്ചം എന്ന് പറയുന്നു. പന്തലിൽ ക്രമപ്പെടുത്തിയിരിക്കുന്നത് ശവമഞ്ചമാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ നമുക്ക് കേൾക്കാം: മൃതശരീരത്തിന് മുന്നിൽ നടക്കുക, മൃതശരീരത്തിന് പിന്നിൽ നടക്കുക, മൃതശരീരത്തിൻ്റെ വലതുവശകൂടെ കടന്നു പോവുക എന്നൊക്കെ. ഇങ്ങനെ പോകുന്ന വാക്കുകൾ, അതായത് മരണത്തോടെ നമ്മൾ നമ്മുടെ പേരും സ്ഥാനവും അഡ്രസ്സും എല്ലാം ഉപേക്ഷിക്കേണ്ടവരാണ്. മരണം യഥാർത്ഥത്തിൽ പല തരത്തിലുണ്ടല്ലോ. അങ്ങനെ പറയുന്നത് ശരിയാണോ? ശാരീരിക മരണം, ആത്മീയ മരണം, നിത്യമരണം എന്നൊക്കെ ക്രിസ്തീയ വിശ്വാസത്തിൽ പറയും. വൈദ്യശാസ്ത്രത്തിൽ മസ്തിഷ്ക മരണം, ജീവശാസ്ത്ര മരണം, ക്ലിനിക്കൽ മരണം എന്നൊക്കെ പറയും. ആത്മീയ അർത്ഥത്തിൽ പാപത്തിൽ മരിക്കുക, പാപത്തിന് മരിക്കുക, രക്തസാക്ഷിത്വം വരിക്കുക, ക്രിസ്തുവിന് വേണ്ടി മരിക്കുക, ക്രിസ്തുവിൽ മരിക്കുക എന്നൊക്കെയും പറയും. മരണത്തെ നോക്കി നിന്നുകൊണ്ട് എത്രയോ പേർ അതിനെ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം കാണാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അവസാനം അവർ പറയും, അർത്ഥശൂന്യമായ ഒന്നാണിത്. ജനനം മുതൽ കുഴിമാടം വരെയുള്ള ഒരു യാത്രയാണ് ജീവിതം. എന്നാൽ ക്രിസ്തീയ വിശ്വാസം അതല്ല പറയുക. ക്രിസ്തീയ വിശ്വാസം മരണത്തെ അർത്ഥപൂർണമായ ഒന്നായിട്ടാണ് കാണുക. കാരണം മരണത്തിൻ്റെ അർത്ഥം ഈശോയുടെ മരണവുമായി ബന്ധപ്പെടുത്തി മാത്രമേ കാണാനും നിർവചിക്കാനും മനസ്സിലാക്കാനും അർത്ഥം കണ്ടുപിടിക്കാനും കഴിയൂ. കാരണം മരണം കൊണ്ട് മരണത്തെ വിജയിച്ചവനാണ് ഈശോ. ഈശോയുടെ മരണം രക്ഷാകരമായ സ്വയം ബലിയർപ്പണമായിരുന്നു. അത് നിത്യതയിലേക്കുള്ള തിരിച്ചു പോകലും നിത്യജീവൻ മനുഷ്യവംശം മുഴുവനുമായി പങ്കിട്ട് തരുവാനുമുള്ള മാർഗവുമായിരുന്നു. പിതാവിങ്കിലേക്കുള്ള പെസഹ ആയിരുന്നു അത്. പിതാവിങ്കിലേക്കുള്ള കടന്നുപോകൽ ആയിരുന്നു അത്. ഹെബ്രായർക്കുള്ള ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ മരണത്തെപ്പറ്റി പറയുമ്പോഴെല്ലാം നിത്യജീവനുമായി ബന്ധപ്പെടുത്തിയാണ് മനസ്സിലാക്കുന്നത്. മരണ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് വേദനയാണ്. മരിച്ചയാളിന് സന്തോഷമാണ് എന്ന് പറയാൻ എനിക്കെങ്ങനെ സാധിക്കും? തീർച്ചയായിട്ടും എനിക്ക് സാധിക്കും. കാരണം നമ്മുടെ വിശ്വാസം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഈശോയുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ജീവിതത്തിനുള്ള പ്രതിഫലം അനുഭവിക്കാൻ മരണം ഇല്ലാതെ മറ്റൊരു മാർഗമില്ല. മരണം അതിൽ തന്നെ അന്ത്യമല്ല. നിത്യജീവനിലേക്ക് ഉള്ള കടന്നുപോകലും
കർത്താവിൻ്റെ മഹത്വത്തിലേക്കുള്ള രൂപാന്തരീകരണവുമാണ്. ഈ ലോക ജീവിതം മരണത്തിലൂടെ നിത്യതയിലേക്കുള്ള വളർച്ചയാണ്. അത് സത്യത്തിൽ ഒരു ഉടച്ചുവാർക്കലാണ്, ദൈവം നടത്തുന്ന ഉടച്ചുവാർക്കൽ. ഒളിമ്പസിലെ മെത്തോഡിയസ് എന്ന് പറയുന്ന ആദ്യകാല ദൈവശാസ്ത്രജ്ഞൻ മരണത്തെ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: മരണത്തെ ജീവിതത്തിലെ എല്ലാത്തിൻ്റെയും ഒരു തകർച്ചയും അതേസമയം എല്ലാ പ്രതിസന്ധികളെയും തല്ലിത്തകർക്കുന്ന വിജയം നേടലുമായി ചിത്രീകരിക്കുന്നു. ഭംഗി കുറഞ്ഞ പാത്രം ഉടച്ചു വാർത്ത് കൂടുതൽ മനോഹരമാക്കുന്ന കുശവൻ്റെ മെനയൽ പ്രക്രിയയോടെയാണ് അദ്ദേഹം മരണത്തെ ഉപമിക്കുന്നത്. സൃഷ്ടി നടത്തി ഈ ജീവിതത്തിലേക്ക് അയക്കുന്നതും മരണത്തിലൂടെ അതിനെ ഉടച്ചു വാർക്കുന്നതും ദൈവമാണ്. ഒരർത്ഥത്തിൽ മനുഷ്യനിൽ ദൈവം നടത്തുന്ന ഒരു പുനഃസൃഷ്ടിയാണ് മരണം. മരണത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമുള്ള പഠനത്തിൽ ഇങ്ങനെ മനസ്സിലാക്കുക: മരണം പാപത്തിൻ്റെ ശിക്ഷയല്ല, പാപത്തിനെതിരെയുള്ള മരുന്നാണ്. ഡെത്ത് ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ് ഓഫ് സിൻ ബട്ട് എ മെഡിസിൻ അഗൻസ്റ്റ് സിൻ. മരണം ഉയർപ്പിനുള്ള പ്രധാന കാരണവും ഉപാധിയുമാണ്. ഈ അർത്ഥത്തിൽ മരണമില്ലാതെ ഉത്ഥാനം സാധ്യമാവുകയില്ല എന്നും ഉത്ഥാനം മരണത്തിൻ്റെ മരണവുമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. മരണം കർത്താവിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നു. മരണം കർത്താവ് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നതിൻ്റെ അടയാളമാണ്. യോഹന്നാൻ്റെ ശ്രീയുടെ സുവിശേഷം നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ധാരാളം വാസസ്ഥലങ്ങളുണ്ട്. ഞാനവ ഒരുക്കിയ ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞാൻ നിങ്ങളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകും. മരണം എന്ന് പറയുന്നത് കർത്താവ് വന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രക്രിയയാണ്. അതായത് മരണം സ്വർഗം ഉണ്ടെന്നതിനുള്ള തെളിവാണ്, നിത്യത ഉള്ളതിനുള്ള തെളിവാണ്. ഞാൻ വന്ന് പിതാവിൻ്റെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതാണ് മരണത്തിൽ സംഭവിക്കുക. മരണം ഏത് രീതിയിൽ വ്യാഖ്യാനിച്ചാലും ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്: മരണം കർത്താവിലുള്ള രൂപാന്തരീകരണമാണ്, അവൻ്റെ മഹത്വത്തിലേക്കുള്ള രൂപാന്തരീകരണമാണ്. മരണമെന്നാൽ കർത്താവിലുള്ള ജീവിതമാണ്. ഒരാൾ മരണത്തോടെ ഈ ലോക ജീവിതം അവസാനിപ്പിക്കുമ്പോൾ അതോടെ കർത്താവിലുള്ള ജീവിതം ആരംഭിക്കുകയാണ്. കാരണം നമ്മുടെ കർത്താവ് മരണത്തെ മരണം കൊണ്ട് വിജയിച്ചവനാണ്. അവനിൽ വിശ്വസിക്കുന്നവൻ്റെ മരണം കർത്താവിലുള്ള മരണമാണ്. കർത്താവിലുള്ള മരണം എന്ന് പറഞ്ഞാൽ അവനിലുള്ള ജീവിതം എന്ന് അർത്ഥം. കർത്താവ് മരിച്ചവരുടെ ദൈവമല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. നാം മരിക്കുന്നതോടെ നാം അവനിൽ ജീവിതം ആരംഭിക്കുന്നു. നാം ഈ ലോകത്തായിരിക്കുമ്പോൾ കർത്താവ് നമ്മിൽ ജീവിക്കുന്നു. മരണത്തോടെ നാം കർത്താവിൽ ജീവിച്ചു തുടങ്ങുന്നു. മരണം കർത്താവിലുള്ള മരണമാണ്. മരണം ദൈവികമായ ഒരു യാഥാർത്ഥ്യമാണ്. ആ ദൈവിക യാഥാർത്ഥ്യം കർത്താവിൻ്റെ മരണം കൊണ്ട് മാത്രം മനസ്സിലാക്കേണ്ട വലിയ രഹസ്യമാണ്. ക്രിസ്തുവിനോട് കൂടി ഉയർക്കാൻ അവനോടുകൂടി മരിക്കണം. ക്രിസ്തുവിൻ്റെ കൃപാവരത്തിൽ മരിക്കുന്നവർക്ക് മരണം ക്രിസ്തുവിലുള്ള മരണമാണ്, അവനുള്ള ജീവിതമാണത്. മരണം ഈ ലോക ജീവിതത്തിൻ്റെ അന്ത്യമാണ്. മരണം ക്രിസ്തുവിലൂടെ അവൻ്റെ മരണോത്ഥാനങ്ങളിലൂടെ രൂപാന്തരീകരണമായി മാറുകയാണ് ചെയ്യുക. മരണം വരെയുള്ള ഈശോയുടെ അനുഗ്രഹത്തിലൂടെ മരണത്തെ അനുഗ്രഹമാക്കി മാറ്റുകയാണ് ചെയ്തത്. ക്രിസ്തുവിനോടൊപ്പമുള്ള മരണം അവൻ്റെ ഉയർപ്പിൽ പങ്കുകാരാക്കും. മരണം കർത്താവിലേക്കുള്ളൊരു വിളിയാണ്. സത്യത്തിൽ അതാണ് യഥാർത്ഥ ദൈവവിളി, അവനിലേക്കുള്ള ഒരു വിളി. മരണമെന്നത് ലോകദൃഷ്ടിയിൽ മരിക്കുകയാണ്, ഇല്ലാതായിത്തീരുകയാണ്. എന്നാൽ മരണം ജീവനിലേക്കുള്ള പ്രവേശനമാണ്. മരണം ഈ ലോകത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് നടത്തുന്ന തീർത്ഥാടനത്തിൻ്റെ അന്ത്യമാണ്. അതുകൊണ്ട് മരണത്തിനായി നാം ഒരുങ്ങിക്കൊണ്ടിരിക്കണം. ഈ നോമ്പ് കാലത്ത്
ഈശോ മിശിഹായുടെ കുരിശിലെ മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ അവൻ്റെ മരണം എൻ്റെ മരണത്തിന് അർത്ഥം നൽകുന്നു എന്ന് പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവനിൽ എൻ്റെ മരണം പൂർത്തീകരിക്കാൻ, അതുവഴി അവനിൽ ജീവിക്കുവാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.